Okay, next we can move on to the types of company. കമ്പനിയെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ, ഓൺ ദ ബേസിസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോൾ. ഫസ്റ്റ് വി ക്യാൻ മൂവ് ഓൺ ടു ദ ഓൺ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ. അതിൻ്റെ അണ്ടറിൽ 4 തരം കമ്പനീസ് പറയുന്നുണ്ട്. ഫസ്റ്റ് ചാർട്ടേഡ് കമ്പനീസ്, സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, രജിസ്റ്റേർഡ് കമ്പനി ആൻഡ് ഫോറിൻ കമ്പനി. Chartered company. Chartered company are incorporated under a special charter granted by king or queen. ഇന്ന് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള കമ്പനി ഇല്ല. ബിക്കോസ് ക്യൂനോ കിങ്ങോ രാജഭരണമായിരുന്ന സമയത്ത് രാജാവോ രാജ്ഞിയോ പുറപ്പെടുവിക്കുന്ന സ്പെഷ്യൽ ചാർട്ടർ പ്രകാരമാണ് ഈ കമ്പനീസ് ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ടിരുന്നത്. അപ്പം ചാർട്ടേഡ് കമ്പനീസ് ആർ ദോസ് കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദ സ്പെഷ്യൽ ചാർട്ടർ ഗ്രാൻറ്റഡ് ബൈ കിങ് ഓർ ക്യൂൻ. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, formed under particular statute or some സ്പെഷ്യൽ ആക്ട് ഓഫ് ദ പാർലമെൻറ്റ്. ഇപ്പോൾ പാർലമെൻറ്റ് പുറപ്പെടുവിക്കുന്ന സ്പെഷ്യൽ ആക്റ്റുകൾ പ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോം ചെയ്യുന്ന കമ്പനിയാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, ഇറ്റ് ഈസ് ഫോംഡ് അണ്ടർ ദ LIC ആക്ട് 1956. അപ്പം LIC ആക്ട് 1956 പ്രകാരമാണ് LIC ഫോം ചെയ്തേക്കുന്നത്. ലൈക്ക്വൈസ് SBI ഫോംഡ് അണ്ടർ ദ SBI ആക്ട്, RBI ഫോംഡ് അണ്ടർ RBI ആക്ട് ആൻഡ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഫോംഡ് അണ്ടർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആക്ട്. ഓക്കെ, അപ്പം സ്റ്റാറ്റ്യൂട്ടറി കമ്പനി ആർ ദോസ് കമ്പനി ഫോംഡ് അണ്ടർ പർട്ടിക്കുലർ സ്റ്റാറ്റ്യൂട്ട് ഓർ അണ്ടർ സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെൻറ്റ്. നെക്സ്റ്റ് വൺ ഈസ് രജിസ്റ്റേർഡ് കമ്പനി. Registered company are formed under the Companies Act 2013 or any previous company act. അപ്പം 2013 പ്രകാരം ഫോം ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനീസ് അല്ലെങ്കിൽ 2013 മുൻപുള്ള ഏത് കമ്പനീസ് ആക്ട് പ്രകാരം ഫോം ചെയ്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനീസും എന്തിൽ വരുന്നു? രജിസ്റ്റേർഡ് കമ്പനിക്കകത്ത് വരുന്നു. ഇപ്പോൾ രജിസ്റ്റേർഡ് കമ്പനി, ദ കമ്പനി ഫോംഡ് അണ്ടർ കമ്പനീസ് ആക്ട് 2013 or some earlier companies act, and it is again classified into 3. First one is limited liability company. Limited liability company, the liability is limited to the unpaid amount of shares if it's partly paid up. പാർട്ട്ലി പെയ്ഡ് അപ്പ് ആണെങ്കിൽ എത്രയാണോ അൺപെയ്ഡ് എമൗണ്ട് അത്രയും മാത്രമേ എന്തുള്ളൂ? ലയബിലിറ്റി ഉള്ളൂ. ദാറ്റ് ഈസ് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ 100 റുപ്പീസാണ് ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ എങ്കിൽ 50 നമ്മൾ പേ ചെയ്തിട്ടുള്ളൂ. ഒരു ഷെയർ ഹോൾഡർ 50 അടച്ചിട്ടുള്ളൂ. ദാറ്റ് ഈസ് പാർട്ട്ലി പെയ്ഡ് അപ്പ്. 50 മാത്രമേ അടച്ചിട്ടുള്ളൂ, പാർട്ട്ലി പെയ്ഡ് അപ്പ് ആണ്. അപ്പോൾ ബാലൻസ് അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ബാലൻസ് 50 ആണ്. അപ്പം 100 റുപ്പീസിൻ്റെ ഷെയർ 50 അടച്ചു കഴിയുമ്പോൾ ഇറ്റ്സ് എ പാർട്ട്ലി പെയ്ഡ് മാത്രമേ ആവുന്നുള്ളൂ. അപ്പോൾ ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഷെയർ ഹോൾഡറിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ലിമിറ്റഡ് ടു ബാലൻസ് 50. But liability limited to the unpaid amount of share if it's partly paid up. That is limited liability company. Next one is unlimited liability company. Unlimited liability company, here the liability of the shareholder is unlimited. That is, he has to contribute from his personal property also at the time of winding up to meet the debt. അതായത് അൺലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയിൽ ഷെയർ ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടി, അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. സോ ദാറ്റ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടിയിൽ നിന്നും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. എപ്പോഴാണ്? വൈൻഡിങ് അപ്പ് സമയത്ത് കമ്പനിയുടെ അസറ്റ്സ്, ഡെപ്റ്റുകൾ ക്ലിയർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടിയിൽ നിന്നും കൂടെ, ഷെയർ ഹോൾഡറുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയിൽ നിന്നും കൂടെ എന്ത് ചെയ്യേണ്ടി വരും? കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. ആൻഡ് ദിസ് അൺലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കേസാണ്. നമ്മുടെ കമ്പനീസ് എല്ലാം ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനീസാണ്. ഈ അൺലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി എന്നൊരു സ്പെഷ്യൽ കേസാണ്. ഓക്കെ, അപ്പം അൺലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിയർ ദ ലയബിലിറ്റി ഓഫ് ദ ഷെയർ ഹോൾഡർ ഈസ് അൺലിമിറ്റഡ്. ദാറ്റ് ഈസ് ഹി ഹാസ് ടു കോൺട്രിബ്യൂട്ട് ഫ്രം ഹിസ് പേഴ്സണൽ പ്രോപ്പർട്ടി. നെക്സ്റ്റ് വൺ ഈസ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. Here the liability of a shareholder is limited to the amount guaranteed by that ഷെയർ ഹോൾഡർ. അപ്പോൾ ആ ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ആ മെമ്പർ ഗ്യാരണ്ടി ചെയ്ത എമൗണ്ടിൻ്റെ അത്രയും മാത്രമേ അദ്ദേഹത്തിന് എന്തുള്ളൂ? ലയബിലിറ്റി ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നു, ഇപ്പോൾ 1 lakh ആണ് ഷെയർ ഹോൾഡർ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, ഞാനൊരു 1 lakh റുപ്പീസ് വൈൻഡിങ് സമയത്ത്
എന്തെങ്കിലും ഡെപ്റ്റുകൾ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ പ്രോപ്പർട്ടീസ് തികയാതെ വരുന്ന സമയത്ത് ഞാനൊരു 1,00,000 റുപ്പീസ് ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു, അത്രയും ഞാൻ തന്നോളാം എന്ന് ഞാൻ ഉറപ്പ് വരുന്നു എങ്കിൽ എൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് അപ് ടു ദാറ്റ് 1,00,000 വരെ കാണത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഗ്യാരണ്ടീഡ് എമൗണ്ട് എത്രയാണോ അത്രയും വരെ മാത്രമേ എന്തുള്ളൂ ലയബിലിറ്റി ഉള്ളൂ. അപ്പം കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുമ്പം ഹിയർ ദ ലയബിലിറ്റി ഈസ് ലിമിറ്റഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദ എമൗണ്ട് ഗ്യാരണ്ടീഡ് ബൈ ദ മെമ്പർ. അപ്പോൾ 1,00,000 ആണ് ഗ്യാരണ്ടി ചെയ്തേക്കുന്നത്, അത്രയും മാത്രമേ ലയബിലിറ്റി കാണത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഫോറിൻ കമ്പനി. ഇറ്റ്സ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് വർക്കിംഗ് പ്ലേസ് ഓർ പ്ലേസ് ഓഫ് ബിസിനസ് ഇസ് ഇൻ ഇന്ത്യ ആണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് ഔട്ട്സൈഡ്, എന്താ പറയുന്നത്, ഇൻകോർപ്പറേറ്റ് ചെയ്തേക്കുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ ആകാം, പക്ഷേ അതിൻ്റെ പ്ലേസ് ഓഫ് ബിസിനസ് എവിടെയാണ്? ഇന്ത്യയിലാണ്. അത് എയ്തർ ഇറ്റ് ക്യാൻ ബി ത്രൂ ആൻ ഏജൻറ്റ് വഴിയാകാം, അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ആകാം, അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി ആകാം. അത് ഫിസിക്കൽ മോഡ് തന്നെ വേണമെന്നില്ല, ത്രൂ ഇലക്ട്രോണിക് മോഡും ആകാം. ഓക്കെ, അപ്പം ഓൺ ദ ബേസ് ഓഫ് ഇൻകോർപ്പറേഷൻ 4 കമ്പനികൾ പറയുന്നു. ചാർട്ടേഡ് കമ്പനി ഇറ്റ് ഈസ് ഇൻകോർപ്പറേറ്റഡ് അണ്ടർ സ്പെഷ്യൽ ചാർട്ടർ ഗ്രാൻറ്റഡ് ബൈ കിങ് ഓർ ക്യൂൻ. ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി ഇറ്റ് ഈസ് ഫോംഡ് അണ്ടർ പർട്ടിക്കുലർ സ്റ്റാറ്റ്യൂട്ട് ഓർ സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെൻറ്റ്. രജിസ്റ്റേർഡ് കമ്പനി ഇറ്റ് ഈസ് ഫോംഡ് ഓർ രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട് 2013 or any previous companies act. And it is again classified into 3. Limited liability company, here the liability is limited to the unpaid amount of shares if it's partly paid up. And unlimited liability company, here the liability is unlimited, that is the member has to contribute from his personal property. Company limited by guarantee, here the liability is limited to the extent of amount guaranteed by that member. Foreign company is incorporated outside India but place of business is in India. It can be either through an agent or franchisee or branch, or it can be through physical mode or electronic mode. Online business ആകാം. Okay.